ഇപ്പം നമുക്ക് ഇപ്പോൾ ഒരു പാമ്പ് കടി ഏറ്റ് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഉടനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം ഒരു കാര്യം ഇപ്പോൾ പറഞ്ഞു. അതെ. അത് കൂടാതെ നഖം എന്തൊക്കെ നമുക്ക് അനക്കാതെ ചെയ്യാം? വെക്കുക അതെ, അതെ, എന്നുള്ളതാണ്. അതെ. മറ്റൊരു കാര്യമല്ല. പേഷ്യന്റിനെ പേടിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് കൂടെയുള്ളവർ പേടിക്കാതിരിക്കുക, അദ്ദേഹത്തെ കൂടുതൽ പേടിപ്പിച്ച് സ്ട്രെസ്സിലാക്കാതിരിക്കുക. ഞാൻ ആദ്യം പറഞ്ഞു 70% പാമ്പുകളും കടിക്കുന്നത് വിഷപ്പാമ്പുകളല്ല. ഉം, ഉം. ഓക്കെ, 30% ഉള്ളൂ. അതിൽ തന്നെ പകുതി പാമ്പുകളും പ്രത്യേകിച്ച് ഇര പിടിച്ച് വിശപ്പ് മാറിയിരുന്ന പാമ്പുകളൊക്കെ കടിച്ചാൽ പകുതി പാമ്പുകൾക്ക് മാത്രമേ അവർ വിഷം പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കി പാമ്പുകൾ വെറുതെ കടിച്ചിട്ടുമാണ്. ഡ്രൈ ബൈറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഉം, ഉം, ഉം. അതുകൊണ്ട് തന്നെ പേടിക്കണ്ട എന്ന് പറയുക, സമാധാനപ്പെടുത്തുക, നമുക്ക് അതായത് ഈ മരുന്നുള്ള വിഷപ്പാമ്പുകളിൽ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ കൊണ്ടുപോകുക. ഈ ഡ്രൈ ബൈറ്റ് അതെ, ഡ്രൈ കിട്ടും ബൈറ്റുകളുണ്ടാവും. ഉണ്ടാവും അല്ലേ? 50% ഡ്രൈ ബൈറ്റുകൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ഓക്കെ. ബാക്കി വരുന്ന 50% അപ്പം അത് മാത്രമേ. സേഫാണ്. അത് പ്രശ്നമില്ല. അതെ, ഡ്രൈ ബൈറ്റുകൾ സേഫാണ്. ചിലപ്പോൾ ഒരു സേഫാണ്. ലോക്കൽ റിയാക്ഷൻ, അതിപ്പോൾ എന്തെങ്കിലും ഒരു പ്രാണിയോ മറ്റോ കടിച്ചാണ്ടോ പോലത്തെ റിയാക്ഷൻ മാത്രം ഉണ്ടായി അത് പോവാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ കയ്യിൽ അയാളെ എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം. മറ്റു കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. ഓക്കെ, ഓക്കെ.